ഹായ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നെല്ല് നമുക്ക് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാനൊരു സഞ്ചിക്കകത്ത് എടുത്ത് വെച്ചിരുന്നു, ഒരു 50 ദിവസക്കവറിനകത്ത് എടുത്ത് വെച്ചിരുന്നായിരുന്നേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ നെല്ല് വീഴുന്നപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നമുക്ക് പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ പുട്ടുണ്ടാക്കത്തില്ല. പണ്ട് നമ്മൾ നെല്ല് കുത്തിയൊക്കെ നമ്മൾ പുട്ടുണ്ടാക്കത്തില്ലായിരുന്നു. പച്ചരി എടുത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ ഊറ്റി വാരി നമ്മൾ പൊടിച്ച് നമ്മൾ പുട്ടുണ്ടാക്കുമായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇവിടെ ഉരളൊന്നുമില്ല, ഇവിടെ ആട്ടുകൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ളക്കയോ ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഇടിച്ച് പിടിക്കുക. അതായത് ഞാൻ വിചാരിച്ച് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മിക്സിയിൽ ജാറിനകത്ത് കുറച്ച് നെല്ലെടുത്തിട്ടിട്ട് ഞാൻ ഇരുന്ന നെല്ലെല്ലാം അതിനകത്തിട്ട് ഞാനൊന്ന് വലുതായിട്ട് അടിക്കാതെ 2-3 വട്ടം ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തപ്പോൾ കണ്ട് ഇങ്ങനെയൊക്കെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു നെല്ല്. എനിക്ക് മൊത്തം പൊടിയായി പോയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം നെല്ല് നുള്ളി പറക്കി കണ്ട് ഈ അരി വെള്ളത്തിലോട്ട് ഇങ്ങനെ പാറ്റി കൊണ്ടുവന്ന് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ ആയിട്ട് എടുത്തേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുത്തത്. അപ്പോൾ ഞാനിതെന്ത് ചെയ്യുന്നറിയുമ്പോൾ, നമ്മളിപ്പോൾ എടുത്ത ഈ നെല്ലെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട്, അപ്പോൾ നമ്മൾ പാറ്റി എടുത്ത നെല്ലും ഇതാണ്, അത് നമുക്ക് ഇതിനകത്ത് ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിക്കാം. ഈ ബാക്കിയൊക്കെ ഒന്ന് നുള്ളി പറക്കാനായത് മാറ്റിയാൽ മതി കേട്ടോ. കൈ വെള്ളം നനവുണ്ട്, അതുകൊണ്ട് ഞാൻ നുള്ളി പറക്കാൻ പറ്റുന്നില്ല. ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അന്നേരം എനിക്ക് ഇതിരുന്നപ്പോൾ എനിക്കൊരു സൂത്രം തോന്നി, നമുക്കൊന്ന് പുട്ടുണ്ടാക്കിയാൽ എന്താ, പണ്ടത്തെ കൂട്ട് നമുക്കൊന്ന് അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നിയെന്ന് വെച്ചാൽ, പണ്ട് നമ്മളങ്ങനെ കഴിച്ചതുപോലെ ആ പുട്ടിന് നല്ല മണമായിരിക്കും. നമ്മൾ ആ പച്ചനെല്ല് കുത്തി അരിയുടെ ആ പുട്ടിന് നല്ല മണമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച്, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം, അവരുടെ അഭിപ്രായം എന്തോന്നും അറിയാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുവാണേ. അപ്പം നെല്ലുണ്ടായതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കുവാണ്. അന്നേരം നമുക്ക് വീട്ടിൽ നെല്ലങ്ങനെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ഈ ഉരലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ അടിച്ചൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എന്തായാലും ചെയ്യുവാണ്. അപ്പോൾ ഈ നെല്ല് നമ്മൾ ഉരലിനകത്ത് നമ്മൾ നെല്ല് ഇടിച്ചാലും നമ്മളിതുപോലെ നെല്ല് പാറ്റി പറക്കി നെല്ല് നുള്ളി പറക്കിയേ പറ്റൂ. അതുപോലെ ഇതിനകത്തും നമ്മളങ്ങനെ ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പം നെല്ല് നുള്ളി പറക്കിയില്ലേ, ഇനി അടുത്ത ഇതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ചെയ്തെടുക്കുവാണേ. പൊടിഞ്ഞു പോകുന്നു പേടിച്ചാ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ കണ്ട ചെറുതായിട്ടൊന്ന് ഇങ്ങനൊന്ന് പൊടിയുന്നതല്ലാതെ വലിയ പൊടിഞ്ഞങ്ങ് പോകത്തൊന്നുമില്ല വലുതായിട്ട്. ഉമ്മിയുണ്ടോ, നമുക്കത് പാറ്റി കളഞ്ഞിട്ട് ഞാൻ കൊണ്ടുതരാം കേട്ടോ. കൊണ്ടുവന്നാണ്ട് പാറ്റിയിട്ടും നമുക്ക് നെല്ലുകൾ കിടപ്പുണ്ട്. നമുക്കിതെല്ലാം പറക്കി ഇനി മാറ്റി ഞങ്ങൾ വെള്ളത്തിലിടാം. ഇനി മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട. നമുക്ക് ഈ നെല്ല് കുറച്ച് വെള്ളം നുള്ളി പറക്കാൻ പറ്റുള്ളൂ. ഈ അരി കുതിർത്തി വാരി നമ്മുടെ ഈ കണ്ണാപ്പയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് പൊടിച്ചെടുക്കാൻ പോവാണേ. ഞാൻ ഇതിൻ്റെ മിക്സിയിലോട്ട് വെച്ച് പൊടിക്കുക. ഇത് അങ്ങോട്ട് വെച്ചിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുവാണേ. കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ കുറേശ്ശെ നമുക്കിങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം.
പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ട് അരി പൊടിച്ചെടുത്തിട്ടുണ്ട്, പച്ചരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുമന്ന കളറിലാണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ തവിടൊക്കെ അതിൻ്റെ കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴിത് ഞാനിനി വറുത്ത് പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഉരലിനകത്തിട്ട് ഇടിച്ച് പൊടിക്കുമ്പോൾ നമ്മൾ അരിപ്പ വെച്ച് അരിക്കേണ്ട വരും. പക്ഷേ ഇത് നമ്മളിപ്പം മിക്സിയിൽ പൊടിക്കുന്നതുകൊണ്ട് നമുക്ക് അരിക്കേണ്ട വരുന്നില്ല. നമ്മൾ അല്ലാതെ തന്നെ പൊടിച്ച് മൊത്തത്തിൽ ഇങ്ങിടും. ചീനിച്ചട്ടിയിലെ വെള്ളം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ പൊടി ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ അത് വറുത്തെടുക്കണം. നമ്മുടെ ആ പച്ച ഇത് പോകണ്ടേ, പച്ച ഗ്രാമമൊക്കെ അതിൻ്റെ ആ ഒരു അത് പച്ച നനവൊക്കെ മാറണതിൻ്റെ ഇതാണ്ട്. ഇത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ തളിച്ച് നനയ്ക്കുവാണേ, നനച്ചെടുക്കുവാണിത്. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്കങ്ങനെ നനച്ചെടുക്കണം. ഇതെന്ന് വെച്ചാൽ നമ്മൾ നെല്ല് എടുത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അരിയൊക്കെ എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് പുട്ടിന് പൊടിയാക്കിയേക്കുന്നത്. കണ്ടോ, ചുമന്നിരിക്കുന്നുണ്ടോ? നമ്മൾ തേങ്ങയൊക്കെ നമ്മൾ ഓൾറെഡി തിരുമിച്ചിരി വെച്ചിട്ടുണ്ട്. നമുക്കത് എടുത്ത് അടപ്പില്ല. നമ്മൾ ചില്ലൊക്കെ ഇട്ട് കുറച്ച് തേങ്ങ ഇതിനകത്തോട്ടൊക്കെ ഇട്ട് നമ്മുടെ പൊടി ഇങ്ങനെ വാരി നമ്മൾ വെക്കുക. കുറച്ച് തേങ്ങയും കൂടെ ഉണ്ട് കേട്ടോ. കുടത്തിനകത്ത് വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്, നമ്മൾ വെക്കുകയാണേ. പുട്ടിൻ്റെ ആവി പോകുന്നുണ്ട്, കണ്ട ആവിയൊക്കെ പോകുന്നുണ്ട്, നല്ല രീതിയിൽ ആവി പോകുന്നുണ്ട്. അപ്പം നമ്മൾ വെന്തിട്ടുണ്ട്, നമ്മളത് വാങ്ങാൻ പോവാണ് കേട്ടോ. കണ്ടോ, പൊടിഞ്ഞാലും കുഴപ്പമില്ല. വെന്തതാണ്, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ നമ്മൾ ഇതുപോലെ കുറ്റിയിൽ നമ്മൾ പിന്നെ മാവ് കോരി വെക്കുന്ന നമ്മളൊരു കുറ്റി പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പൊടിച്ച് കഴിക്കാനൊക്കെ നോക്കണം. നല്ല ചൂട് പുട്ടാണ്. നമ്മൾ കറിയൊന്നും ഇതിന് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളതുകൊണ്ട് പഞ്ചസാര തന്നെ ഇട്ട് നമ്മൾ കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.